വെൽക്കം ബാക്ക് ടു FA ക്രിയേഷൻസ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് തയ്യൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന തുടക്കക്കാർക്ക് എന്തൊക്കെയാണ് അത്യാവശ്യമായി വാങ്ങേണ്ട സാധനങ്ങൾ എന്നതിനെക്കുറിച്ചുള്ള ഒരു ഗൈഡൻസാണ്. ആദ്യമായി വേണ്ടത് ഒരു കത്രികയാണ്. കത്രിക നമ്മളെ കയ്യിൽ എളുപ്പമായി പിടിക്കാനൊരു എളുപ്പമായി തോന്നുന്ന വിധത്തിലുള്ള വലുപ്പവും അവരവരുടെ ബജറ്റിനനുസരിച്ചുള്ള കത്രിക വാങ്ങാം. പിന്നെ വേണ്ടത് മെഷറിംഗ് ടേപ്പാണ്. മെഷറിംഗ് ടേപ്പ് വാങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ഒരു സൈഡിൽ ഇഞ്ചും ഒരു സൈഡിൽ സെൻറ്റിമീറ്ററും ഉള്ള ആ ടൈപ്പായിരിക്കണം വാങ്ങുന്നത്. അതായത് രണ്ട് സൈഡിലും സെൻറ്റിമീറ്ററുള്ള ടൈപ്പ് വാങ്ങാൻ പാടില്ല. പിന്നെ വേണ്ടത് തുണിയിൽ നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് ഒരു ചോക്കാണ്. അത് ടൈലറിങ് ചോക്ക് എന്ന പേരിൽ ഈ ടൈപ്പ് ചോക്കുകൾ വാങ്ങാൻ കിട്ടും. ഇപ്പോൾ ഇത് നിർബന്ധമൊന്നുമില്ല. കുട്ടികളുള്ള വീട്ടിലൊക്കെ ആണെങ്കിൽ ക്രയോൺസ് ഇഷ്ടം പോലെ ഉണ്ടാവും. ക്രയോൺസ് കൊണ്ടും വരക്കാം. ഒന്നുമില്ലെങ്കിൽ സാധാ പെൻസിൽ കൊണ്ട് വരച്ചാലും മതി. പിന്നെ വേണ്ടത് ഒരു സ്കെയിലാണ്. ഇതുപോലെ വലിയ സ്കെയിൽ ഉണ്ടെങ്കിൽ എളുപ്പമാണ് കുറച്ചുകൂടി തുണിയിലൊക്കെ വരക്കാൻ. അഥവാ ഇനി ഇല്ലെങ്കിൽ ചെറിയ സ്കെയിലായാലും മതി. പിന്നെ വേണ്ടത് തുണിയാണ്. അപ്പോൾ ഒരു ഫസ്റ്റ് തന്നെ തയ്ക്കുമ്പോൾ നമ്മൾ ചുരിദാറിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ചുരിദാറിൻ്റെ ഒരു മെറ്റീരിയൽ, അതായത് വില കുറഞ്ഞ കോട്ടൺ മെറ്റീരിയൽ ഒന്ന് വാങ്ങിയാൽ മതി. പിന്നെ കുറച്ച് നൂലുകളിൽ വൈറ്റും ബ്ലാക്കും എന്തായാലും വാങ്ങണം. പിന്നെ നിങ്ങൾ തുണിക്ക് ആവശ്യമുള്ള കളറുകൾ നോക്കിയിട്ട് ആ കളറുകളും കൂടി വാങ്ങിക്കോ. പിന്നെ ഒരു വലിയൊരു ഗ്രാഫ് ബുക്ക് കൂടി വാങ്ങിക്കോളൂ. കാരണം ഗ്രാഫും കൂടി വരച്ചിട്ടാണ് ഞാൻ ക്ലാസ്സുകൾ എടുക്കുന്നത്. പിന്നെ ഇപ്പം ഗൾഫിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അവിടെ ടൈലറിങ് ബുക്ക് എന്ന പേരിൽ ചെറിയ ചെറിയ സ്ക്വയറുള്ള പേജുകളുള്ള ബുക്കുകൾ കിട്ടും. പക്ഷേ നാട്ടിലത് ഉണ്ടോയെന്നുള്ളത് അറിയില്ല. അപ്പോൾ ഈ വലിയ ഗ്രാഫ് ബുക്കായാൽ മതി. പിന്നെ വേണ്ടത് മെഷീനാണ്. മെഷീന് ഇപ്പം വീട്ടിൽ മെഷീൻ ഇല്ലാത്തവർ ഇപ്പം നമ്മളെ ക്ലാസ്സിൻ്റെ ഒരു 4-5 ക്ലാസ് ആകുമ്പോഴത്തേക്കും, അതായത് സ്റ്റിച്ചിങ് ക്ലാസ് തുടങ്ങുമ്പോഴേക്കും മെഷീൻ വേണം. അപ്പം അവരവരെ വീട്ടിൽ മെഷീൻ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയെങ്കിലും അവരവരെ ബജറ്റിനനുസരിച്ച് ഒരു മെഷീൻ സംഘടിപ്പിക്കണം. തയ്യൽ വളരെ ഉപകാരപ്രദമായ ഒരറിവാണ്. അത് സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കാം, ഉപജീവനത്തിനായിട്ട് ഉപയോഗിക്കാം, സേവനത്തിനായിട്ട് ഉപയോഗിക്കാം, ഹോബിയായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ പല വിധത്തിലും ഉപകാരപ്രദമായ ഒരറിവ്. ആ അറിവ് നേടാൻ ആഗ്രഹിക്കുന്ന താല്പര്യമുള്ള എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. പിന്നീട് വരുന്ന ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് മിസ്സാവാതെ എല്ലാം നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങി എല്ലാവരും റെഡി ആയിരിക്കൂ. ഇൻഷാ അല്ലാഹ് ഉടനെ തന്നെ അടുത്ത വീഡിയോയുമായി എത്താം.